തുടങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക് അലൈഹി. ഇനി എന്താ നമുക്ക് എടുക്കാനുള്ളത്? അത് മത്തിനിലേക്കാണ്. വലമ്മ കാനത്തിൽ മുനാദറത്തു, മുനാദറയായപ്പോൾ, ഹുവൽ മഖ്സൂദ, കാനത്തിന്റെ ഖബറേ ഹിയൽ മഖ്സൂദ, ഹിയ ഫസ്ലിന്റെ ളമീർ, ഇനി ഇറാബിനാൽ മഹല്ലുണ്ടാവില്ല. മുനാദറയായപ്പോൾ, അൽ മഖ്സൂദ മുഖ്യ ലക്ഷ്യമായപ്പോൾ, ബിന്നദരി ഉന ഇവിടത്തിൽ ചിന്തിക്കുമ്പോൾ, ഇവിടത്തിലെ ചിന്ത കൊണ്ട്. വെക്കാൻ കിട്ടൂല, അർത്ഥം വെക്കാൻ കിട്ടൂല. കാലമണ്ണക്കാണ് കിട്ടുമ്പോൾ റെഡിക്കാണ്ട് വെക്കും. ലമ്മ കാനത്തിൽ മുനാദറത്ത്, മുനാദറായപ്പോൾ, ഹിയൽ മഖ്സൂദത്ത അത് മുഖ്യ ലക്ഷ്യമായപ്പോൾ. സയൻസ് ഒക്കെ എടുത്ത നിങ്ങളിപ്പോ ഡോക്ടറായ അത് മുഖ്യ ലക്ഷ്യമായപ്പോൾ എന്തുകൊണ്ട്? ബിന്നദിരി ഹാഹുന ഇവിടത്തിലെ ചിന്ത കൊണ്ട്. ഖദ്ദമഹ അതിനെ തന്നെ മുന്തിച്ചു. വബദഅ ബിതഅരീഫിഹ അതിന്റെ താരീഫ് ആദ്യം തുടങ്ങി. മൂലര് പറയാണ് മുനാദിറത്തല്ലട്ടാ, ഫാലു ഫാലു വസന മുഫാലത്ത് വസന മസ്തർ വരുള്ളൂ. അൽ മുനാദിറത്തു മുനാദിറ എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് തവജ്ജുഹുൽ മുതഖാസിമൈനി ബിന്നിസ്ബത്തി ബൈന ശൈഅൈനി ഇദ്ഹാറൻ ലിസവ. നിർവചനങ്ങൾ കുറെ വരുന്ന ഇപ്പൊ നേരത്തെ പറഞ്ഞാണ് മുഖദ്ദിമ നിർവചനങ്ങളെ ചർച്ചയാണെന്ന് തന്നെ പറഞ്ഞിരിക്കണേ. പിന്നെ നിർവചനം ശ്രദ്ധിക്കണം. എന്താ മുനാദിറ പറഞ്ഞാൽ തവജ്ജുഹുൽ മുതഖാസിമൈനി തർക്കിക്കുന്ന രണ്ടാളുകൾ നേരിടുക, മുന്നിടുക. എന്തിൽ തർക്കിക്കുന്ന? രണ്ട് വസ്തുക്കളുടെ ബന്ധത്തിൽ. അല്ലെ, ഇസ്തിഗാസ ഷിർക്കാണ്. അപ്പൊ ഇസ്തിഗാസയും ഷിർക്കും രണ്ട് വസ്തുക്കൾ, അതിന്റെ ബന്ധത്തിലാ തർക്കം. ആ നിസ്ബ ആണ് എന്നാണോ അല്ല എന്നാണോ എന്ന് തർക്കം. അപ്പൊ എന്തിനാ തർക്കിക്കുന്നത്? രണ്ട് ഷൈഇന്റെ ഇടയിലുള്ള നിസ്ബയിലാണ് തർക്കം ഉണ്ടാവല്. ഒരാൾ ഇസ്തിഗാസ ഷിർക്കാണെന്ന് വാദിക്കുക, ഒരാൾ മറ്റേ ഖുത്ബ മലയാളത്തിലാണെന്ന് വാദിക്കുക. അങ്ങനെയല്ല തർക്കം ഉണ്ടായാല്. ഈ നിസ്ബയില് തർക്കം. അങ്ങനെ ഇവനാണെന്ന് പറയണം, മറ്റവന് അല്ല എന്നും പറയണം. ആ നിസ്ബയിലാണ്. എന്തിനാണ് ഈ തവജ്ജുഹ് ചെയ്യുന്നത്? തർക്കിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിടുക. എങ്ങനെ? ശരിയ വെളിവാകാൻ വേണ്ടി, അല്ലാതെ മറ്റവനെ ഉത്തരം മുട്ടിക്കാനാകരുത്. ഇന്നത്തെ സംവാദമൊക്കെ ഉത്തരം മുട്ടിക്കാനാകുന്നുണ്ട്. എന്തിനായിരിക്കണം ഈ നേരിടൽ നടക്കുന്നത്? അതായത് അയാളിൽ നിന്ന് ശരി ഞാൻ കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ അത് അയാൾ പറഞ്ഞ് വിശ്വസിക്കും, അവനെ തല്ലൂലല്ല. അങ്ങനെ ആവണം. ഷാഫി ഇമാമ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരാളോടും തർക്കിച്ചിട്ടില്ല, അയാളേക്കെന്ന് എനിക്ക് എന്തെങ്കിലും ശരി ലഭിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, അയാളേക്കെന്ന് ഇരുമ്പ് എനിക്ക് കിട്ടാൻ, അയാളത് ശരിയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ തർക്കിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും അറിയോ? ഷാഫി ഇമാമിന്റെ ഏത് തർക്കമാണ്? ഫിഖിഹിയായ തർക്കങ്ങളായിരിക്കും. ഫിഖിഹില് ഷാഫി ഇമാം മനസ്സിലാക്കിയത് ഷാഫി ഇമാം പറയുമ്പോൾ അതിനെതിരായിട്ട് മനസ്സിലാക്കിയവര് എതിര് പറയുമ്പോൾ, അപ്പൊ അവർക്കെന്ന് വല്ല പോയിന്റ് കിട്ടുവച്ചിട്ടാണ് ഷാഫി ഇമാം എന്താക്കുന്നത്? അവരോട് തർക്കിക്കല്. അല്ലാതെ വിശ്വാസ കാര്യത്തില് അവിശ്വാസിയോട് തർക്കിക്കുമ്പോൾ നമുക്ക് അയാളേക്കെല്ലാം ശരി മനസ്സിലാക്കാനല്ല. നമുക്ക് ഉറപ്പാണ് നമ്മളെ വിശ്വാസം എന്താണെന്നുള്ളത്. ഇത് ശരി, അള്ളാഹ് ഏകനാണെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള വിശ്വാസം. അവിടെ തർക്കിക്കുമ്പോൾ അയാൾക്ക് ബോധ്യപ്പെടുത്താനായിരിക്കണം, അല്ലാതെ അയാളെ ശരി മനസ്സിലാക്കാൻ. അവിടെ ശരിയില്ലാന്ന് നമുക്ക് ഉറപ്പുള്ള വിഷയം. ഫുറുഇയ്യായ വിഷയങ്ങളാകുമ്പോൾ, ഫിഖിഹിയായ വിഷയങ്ങളാകുമ്പോൾ, ഇജ്തിഹാദിയായ വിഷയങ്ങളാകുമ്പോൾ ചിലപ്പോൾ ഇന്ത്യ ഇജ്തിഹാദിനെക്കാട്ടും കൂടുതൽ ദലീൽ ആരടുത്തുണ്ടാകാം? മറ്റേ ഹസ്മിന്റെ അടുത്തുണ്ടാകാം. അപ്പൊ അത് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി, അപ്പൊ ഞാൻ അത് സ്വീകരിക്കാൻ വേണ്ടിയായിരിക്കും. വിശ്വാസ പരത്തിൽ ഏതുണ്ടാവൂല? അയാളെ ശരി കണ്ടെത്താനുള്ള തർക്കം ആയിരിക്കൂല, മറ്റ് നമ്മളെ ശരിയാക്കി മനസ്സിലാക്കി കൊടുക്കാനേ ആയിരിക്കുള്ളൂ. അത് വേറെ വിഷയം. നമ്മളിഞ്ഞ് മറ്റൊന്നൊന്ന് വായിച്ചു നോക്കാം, ഷറ വായിച്ചു നോക്കാം. മുനാദറ എന്ന് പറഞ്ഞാൽ മഹൂദത്തുൻ, അത് പിടിക്കപ്പെട്ടത് നദീർ എന്ന പദത്തിൽ നിന്നുള്ളതാണ്. നദീർ എന്ന തുല്യൻ, ബിമാന ഒരർത്ഥത്തിനുള്ള നദീർ. അതിന്റെ അർത്ഥം എന്താന്ന് പറയുന്നത്? അന്ന മഹദകുമ രണ്ടാളുടെയും അവലംബ സ്ഥലം, ആ ദലീല് തെളിവുകൾ. മഹദ പറഞ്ഞാൽ എന്താ? അയാൾ അവലംബിക്കണം, അയാൾ പിടിക്കുന്ന സ്ഥലം, അയാളുടെ കയറി, അയാളുടെ പിടിക്കുന്ന സ്ഥലം, അയാളെ തെളിവുകൾ വിഷയമായത് ഒന്നായിരിക്കും. അല്ലേ? ഞാനും നിങ്ങൾ
തർക്കിയാണ്. ഒന്നിരിക്കൽ ഖുർആനാണ് ഞാനും തെളിവ്, നിങ്ങളും ഖുർആനാവണം. മഹ്ഖദ് ഒന്നായിരിക്കും. അപ്പൊ രണ്ടാളും ഇന്റെ മഹ്ഖദ് പോലത്തെ മഹ്ഖദാണ് നിങ്ങൾക്കും ഉള്ളത്. അപ്പൊ തുല്യനാണ്. നദീർ പറഞ്ഞാൽ എന്താ? തുല്യെന്നാണ്. അപ്പൊ മുനാദറ എന്നുള്ളത് എന്തിൽ നിന്ന് പിടിച്ചതാണ് എന്നാണ് ഒരു അഭിപ്രായം. നദീർ പറഞ്ഞാൽ തുല്യം എന്നാണ്. അതങ്ങനെ തുല്യനാകട് രണ്ടാളെ പിടിസ്ഥലവും ഒരേ ഒന്നാണ്, അർത്ഥമാണെന്നല്ല, ഒന്നാണ് എന്ന അർത്ഥത്തിനാണ് നദീർ എന്ന് പറയുന്നത്. കാരണം ബുദ്ധിപരമായിട്ട് തർക്കിക്കുന്ന ആളുകളുണ്ടാവും. അവര് അല്ല ഏകനാണ് എന്ന് ഞാനോ, അല്ല ഏകൻ അല്ലല്ലാന്ന് അല്ല ഉണ്ടെന്ന് ഞാനോ, അല്ലല്ലാന്ന് ഓനോ ആണെങ്കിൽ ഇവിടെ ഖുർആൻ ഓതിയിട്ട് കാര്യമുണ്ടാ? കാരണം അയാൾ എന്തിനെ തന്നെ വിശ്വസിക്കണില്ല. അപ്പൊ പിന്നെ അയാളും ഞാനും അംഗീകരിക്കണ മഹ്ഖദ് ഇപ്പം ഏതാ? പിടിസ്ഥലം ഏതാ? ബുദ്ധിയാണ്. ബുദ്ധിയിൽ തെളിയുന്നത് ഞാനും സ്വീകരിക്കും, ഓനും സ്വീകരിക്കും. ഞാൻ ബുദ്ധി കൊണ്ട് തെളിയിക്കും അല്ലുണ്ട്, ഓന് ബുദ്ധി കൊണ്ട് തെളിയിക്കണം അല്ലല്ല. മനസ്സിലായ? രണ്ടാളും സ്വീകരിക്കുന്ന മഹ്ഖദ് ഒന്നായിരിക്കും. ഓരോരുത്തരും അവരും അവനും സമ്മതിക്കുന്നതായിരിക്കണം. പിന്നെ നദരി മുനാദറ എന്നത് നദറിൽ നിന്നും എടുത്തതാണ് എന്നും പറയപ്പെട്ടു. ഇമ്മാ മൗഖൂദുൻ ഇമ്മാ മിനൻ നദീരി ഔ മിനൻ നദരി. ഇബ്സാരി നദർ പറഞ്ഞാൽ നോക്കുക, കാണുക. അബ്സറ യുബ്സിറു ഇബ്സാർ, കാണുക, ദർശിക്കുക എന്നുള്ള, കണ്ണുകൊണ്ടുള്ള കാഴ്ച എന്നുള്ള അർത്ഥത്തിന്. അല്ലെങ്കിൽ നദറിൽ നിന്ന് ആകുമ്പോ തന്നെ ബിമാന ഇബ്സാറാകാം, ഔ ബിമാന ഇൽതിഫാത്ത് നഫ്സി, മനസ്സ് തിരിയ, ബുദ്ധിയിലേക്ക് വന്ന കാര്യത്തിലേക്ക് മനസ്സ് തിരിയ. വത്തഅമ്മുലി ഫീഹ, എന്നിട്ട് ആ മഅഖൂലാത്തിൽ ചിന്തിക്കുകയും ചെയ്യാം. ചിന്ത എന്നുള്ള അർത്ഥത്തിനുള്ള നെതിർ. രണ്ട് നെതിറുണ്ട്, നോട്ടെന്നുണ്ട് ചിന്ത എന്നുണ്ട്. രണ്ടിലും ആകാതെ, രണ്ടർത്ഥത്തിലും ആകാം. ഔബിമാന ഇൽതിഫാത്തിൻ നഫ്സി, മനസ്സ്, നഫ്സ് പറഞ്ഞതാ മനസ്സ് തിരിയ എന്നർത്ഥത്തിന്. എങ്ങോട്ട്? അത് ചിന്തിക്കാന്നാണ് ഇപ്പൊ അതിന്റെ. മനസ്സ് തിരിയലാണ് ചിന്തിക്കല്. തിരിയൽ മഅഖൂലാത്ത് എങ്ങോട്ട് തിരിയ? ബുദ്ധിയിലേക്കല്ല, ബുദ്ധിയിലേക്ക് വരുന്ന കാര്യങ്ങളെ പറ്റി. മനസ്സിലായ? വത്തഅമ്മുലി ഫീ, അതിൽ ചിന്തിക്കുകയും ചെയ്യാം. അതായത് ഇങ്ങോട്ടൊക്കെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവരെ പഴയ ഫിലോസഫിക്കാരെ വാദാണ്. ശരി എന്നായിരിക്കും, വേണം വേണ്ട പിന്നെ ഔബിമാനൽ ഇന്തിലാരി, അല്ലെങ്കിൽ ഏതർത്ഥത്തിനാണ് നെലറ്? നെലറിൽ നിന്നാണ് നോക്കുമ്പോ മൂന്നാർത്ഥട്ടാ. മനസ്സിലായ? ഔബിമാനൽ ഇന്തിലാരി എങ്ങോട്ടാ ചായു, എങ്ങോട്ടാ ബിമാനൽ ഇബ്സാരിമക്കാണ്. ബിമാന മാന്നമാക്കതൊന്നല്ല. മനസ്സിലായ? മൂന്നാമത്തെ അർത്ഥം, നെലറിന്റെ മൂന്നാമത്തെ അർത്ഥം കാത്തു നിൽക്കുക എന്ന മാനാക്ക്. ഇന്ദല്ലറാന്നൊക്കെ നമ്മള് പറഞ്ഞില്ല, അത് നെലറിൽ നിന്നുള്ള ആളാ. കാത്തു നിൽക്കുക എന്നുള്ള അർത്ഥത്തിന് നെല്ലറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഔബിമാനൽ മുക്കാബലത്ത്, നേരിടുക എന്ന അർത്ഥത്തിനുള്ള നെലറുണ്ട്. ഏത് അർത്ഥത്തിന് വെച്ചാലും മുനാലറ അതിനൊക്കെ പിടിക്കാം. കാരണം ഇവിടെയൊക്കെ എന്തുണ്ട്? മനസ്സിലെ ചിന്ത വരുന്നുണ്ട്, കാണല് വരുന്നുണ്ട്, വെയിറ്റിംഗ്. കാരണം നിങ്ങൾ പറഞ്ഞവരെ ഞാൻ എന്താക്കണോ? ഇതിന്റെ ഇടയിൽ ചാടരുത്. നിങ്ങൾക്ക് ഒരു മിനിറ്റ്, എനിക്കൊരു മിനിറ്റ്. അല്ലാതെ ഇടയിൽ ചാടിയ പിന്നെ രണ്ടാളും കൂടി പറഞ്ഞുകൊള്ളാവും. ഇങ്ങനെ പല അർത്ഥത്തിനുള്ള നെലറെന്നോ നദീറെന്നോ ആയിരിക്കും ഈ മുനാദറിനെ പിടിച്ചത്. വജുൽ മുനാസബത്തി, നമ്മളെ മുനാദറ പറഞ്ഞാൽ എന്താ? സംവാദം എന്നാണ് അല്ലേ? ഇതിന്റെ ആദ്യ അർത്ഥമായ നെലീറുണ്ടല്ലോ, അല്ലെങ്കിൽ നദീർ, അതോ ഈ സംവാദം തമ്മിൽ ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. വജുൽ മുനാസബത്തി ആദ്യത്തെ അതിന്റെ ആ പിടിച്ച സ്ഥലവും ഇപ്പത്തെ നമ്മളെ മുനാദറ എന്ന് പറയുന്ന നമ്മളെ ഈ മുനാദറയും തമ്മിലുള്ള ബന്ധം വയറു ഖഫി, എല്ലാവർക്കും തിരിയല്ലോ. ഇനിയിപ്പോ ബന്ധം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടൊക്കെ എന്തുണ്ട്? ഓരോ ഈ മഹ്ഖദും നമ്മൾ പിടിച്ച ആ പദവും ഇപ്പോൾ മുനാദറ എന്ന നമ്മൾ ഉപയോഗിക്കുന്നത് സംവാദത്തിനാണ്. ആ തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട് എന്നത്, അതിന്റെ ബന്ധമുണ്ട് എന്നതിന്റെ ന്യായീകരണം വയറു ഖഫി വജുഹുൽ മുനാസബത്ത്, ഇതിന്റെ ന്യായീകരണം എല്ലാവർക്കും തിരിയും. ആദ്യത്തേലുണ്ട്, അതായത് നദീറ എന്നതാണെന്ന് വെക്കുമ്പോൾ. ഇനി ഓരോന്ന് മുനാസബത്തിന്റെ ചെറിയ വജു മൂപ്പരെന്ന് പറയണേ. വഫിലവ്വലി നദീറിൽ നിന്നാണെന്ന് വെക്കുമ്പോൾ ഈമാൻ സൂചനയുണ്ട്. എമ്പകെ അത്യാവശ്യമാണ് മുനാദിറാനി, സംവാദകർ ആവണം രണ്ടാളും.
തുല്യന്മാരാവണം. ഞാൻ 1-ാം ക്ലാസ്സുള്ള ഞാനും 10-ാം ക്ലാസ്സുള്ള ഓനും കൂടി സംവാദത്തിന് കരുത്. ചിലവരറിയാം ഏപ്പിസ്ഥാനമാണെന്നറിയും സംവാദത്തിന്. അപ്പൊ സംവാദത്തിന്റെ ബാലപാഠറിയില്ലാന്നേ പറയാൻ വേണ്ടു. തുല്യന്മാര് തമ്മിലാണ് സംവാദം നടക്കേണ്ടത്. ഏപ്പിസ്ഥാനായിട്ട് സംവാദം നടക്കണം, അതേപോലെ മർത്തവള്ള അപ്പുറത്തുള്ള ആളാവണം. അല്ലാതെ ഈ 2-ാം ക്ലാസ്സിലെ കുട്ടി ഏപ്പിസ്ഥാനായിട്ട് സംവാദം നടത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായ? ഓല മർത്തബ പ്രായം കൊണ്ടോ അല്ലെങ്കിൽ വിജ്ഞാനം കൊണ്ടോ ഒക്കെ കുറെയൊക്കെ മർത്തബ കുറെയൊക്കെ ഒന്നാവണം. അപ്പൊ ഈമാൻ നദീറിൽ നിന്ന് പിടിച്ചതാണ് എന്നതിൽ സൂചനയുണ്ട്. എംബഗി അൻ യകൂനൽ മുനാദിറാനി മുതമാസിലൈനി, എങ്ങനെ തുല്യന്മാരാകല്? യകൂന അഹദുഹുമ, ഒരാളാവണം ഉലുവിന്റെ അങ്ങേയറ്റത്താവണം, ആവാതിരിക്കണം. എല്ലാ യകൂന ആവാതിരിക്കണം, ഉലുവിന്റെ അങ്ങേയറ്റത്ത്, കമാലിന്റെ ഒക്കെ അങ്ങേയറ്റത്ത് ആവാതിരിക്കണം, പൂർണ്ണതയുടെയും ഉന്നതിയുടെയും. മറ്റേള് ആവാതിരിക്കുക ധനാത്തി, താഴ്ചയുടെ അങ്ങേയറ്റത്ത്, നുക്സാനി അങ്ങനൊന്നും ആകരുത്. കുറെയൊക്കെ ഒരു തുല്യന്മാരാവണം. മനസ്സിലായ? പ്രായം കൊണ്ടോ അല്ലാത്തത് കൊണ്ടൊക്കെ. മൂന്നാമത്തതില് ഉണ്ട്. ഏത് മൂന്നാമത്തത്? വെയിറ്റിംഗ് അല്ല, അതല്ലേ മൂന്നാമത്തത്? അല്ലല്ല, ചിന്തിക്കുക എന്നുള്ള അർത്ഥമാണ് മൂന്നാമത്തത്. ഇൽത്തിഫാത്ത് നഫ്സാണ് മൂന്നാമത്. നദീറ്, ബസാറ്, അതെ നദറില് ബസാറ്, പിന്നെ ഇൽത്തിഫാത്ത് ചിന്തിക്കുക. മൂന്നാമത്തേലുണ്ട് ഈമാൻ, സൂചനയുണ്ട്. ഇലാ ടിണ്ടി 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 ഇല ഔലവിയത്തെ തഅമ്മുലി, ചിന്തയുടെ പ്രാധാന്യത്തിലേക്ക് സൂചനയുണ്ട്. പൊട്ടന്റെമാതിരി എന്തെങ്കിലാണ്ട് പറയരുത്. അത് നല്ല ആലോചിച്ച വെറുതെ ഇരിക്കരുത്. കിതാബൊക്കെ അവിടെ പൂട്ടിച്ച് കണ്ട ഹോന്നറിയാൻ ഉറങ്ങിയാൽ നല്ല ചിന്ത വരും. അങ്ങനത്തെ അല്ല, അവിടെ പോയിക്കാണ് നല്ല പഠിച്ചുകാണ്ട് ചിന്തിക്കുക. ഇതൊക്കെ എന്താ പറയണേ, ഇതൊക്കെ എങ്ങനെ അർത്ഥം വെക്കല്, അതിൽ ചിന്തിക്കുക. എന്താ ഈ പറഞ്ഞതെന്ന് ചിന്തിക്കുക. അപ്പൊ എന്തിലൊക്കെ സൂചന ഉണ്ടെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവൻ ഈ കാണാതെ പറയാൻ പറഞ്ഞാലും കിട്ടുന്ന പോലത്തിൽ പഠിച്ച. ഇല്ല ഔലവീയത്തി താമൂലി, ചിന്തയുടെ ഔലവീയത്ത്, അതിന്റെ മഹത്വത്തിലേക്ക്. അല്ലയക്കുൽ, അവൻ ചൊല്ലരുത്. മാലം എത്താമൽ, ചിന്തിക്കാതെ ഒന്നിനെ ചൊല്ലരുത്. ഫീമ ഒന്നിൽ, യുരീദ് അവൻ ഉദ്ദേശിക്കുന്നു, അവൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നില് ചിന്തിക്കാതെ മുണ്ടരുത്. ഇപ്പൊ ഞാനാ പറഞ്ഞാൽ ഓനിങ്ങോട്ട് എന്ത് മറുപടി പറയുന്നു ചിന്തിക്കണം. അപ്പൊ ഞാൻ എന്ത് മറുപടി പറയണമെന്ന് ചിന്തിക്കണം. ഇതിങ്ങനെ അന്തല്ലാതെ പോണ ഭാഗം പറയാതൊക്കെ നല്ലത്. ചിന്തിച്ചിട്ട് നമുക്ക് പിടുത്തം കിട്ടുന്ന ഭാഗം പ്രത്യേകം എടുത്ത് പറയാം. അല്ലാതെ അപ്പൊ ഇങ്ങനെ പറച്ചിലേ ഉണ്ടാവുള്ളൂ, ഒന്ന് ആകെ ഒരു പിടുത്തം കിട്ടൂല. എളുപ്പത്തിന് മുട്ടിക്കാൻ കഴിയാത്ത കാര്യം പറഞ്ഞിക്കാണ്ട് വെറുതെ ഇറങ്ങാറാകണ്ട. ഏതായാലും കട്ടെ അതൊന്ന്. അതേപോലത്തെ ചിന്തിച്ചേക്കാണ്ടായ പറഞ്ഞാൽ എന്ത് ലാസ്റ്റ് എന്ത് സംഭവിക്കും, നമുക്ക് വിജയം കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ചിന്തിച്ച് പറയും വേണം. പറഞ്ഞ ഓരോ വാക്കും നല്ല ചിന്തിച്ചിട്ടായിരിക്കണം മറുപടി പറയേണ്ടത്. നമ്മൾ പറയുന്നതിലും ഫീമായക്കൂലും ചിന്തിക്കണം. ഫീമായുരേതും അയ്യക്കൂല, അവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല ആദ്യം ചിന്തിച്ചിട്ട് നമുക്ക് പറഞ്ഞാൽ വിജയിക്കുന്ന ഉറപ്പുണ്ടാ എന്നാ മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ റാബി നാലാമത്തതിലുണ്ട്. നാലാമത്തെ ഏതാണോ? വെയിറ്റിംഗ്. അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നിൽക്കണം. അന്നഹു ഇല അന്നഹു ജദീറുൻ, അവകാശമുണ്ട്. അഹദുൽ മുതഖാസിമീൻ, തർക്കകന്മാരിൽ ഒരാള് വെയിറ്റ് ചെയ്യണം. യത്തിമ്മ കലാമുൽ ആഖിരി, എന്തുവരെ? പൂർത്തിയാകുന്നവരെ. എന്ത് ചെയ്യരുത്? ഹാക്കി നഫ്സ് കലാമി, അയാളെ കലാമിന്റെ ഹാക്കിൽ വസത്തില് സംസാരിക്കരുത്. ഹാക്കി പറഞ്ഞാൽ എന്താ? മധ്യത്തിൽ സംസാരിക്കരുത്. അത് കഴിഞ്ഞ് അതൊക്കെ ഉണ്ട്. വഫിൽ ഇസ്തിലാഹി, സാങ്കേതികമായി മുനാദറ എന്ന് പറഞ്ഞാൽ യുക്കാലു, അതിനെ പറയപ്പെടും മുസന്നിഫിന്റെ വാക്കുകൊണ്ട് തവജ്ജുൽ മുതഖാസിമൈനി, തർക്കിക്കുന്ന രണ്ടാളുകൾ മുന്നിടുക. എന്തിൽ തർക്കിക്കുന്ന? രണ്ട് ഷൈഇന്റെ ഇടയിലുള്ള ബന്ധത്തിൽ ശരിയെ വെളിവാക്കാൻ വേണ്ടി. യുരീദ് ഉദ്ദേശിക്കുന്നു,
ഖദ്ദസല്ലാഹു സിർറ മുസന്നിഫ് ഖദ്ദസല്ലാഹു സിർറ ഉദ്ദേശിക്കുന്നു മൂപ്പര് മരിച്ചു പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇത് ശറഹ് എഴുതുമ്പോൾ. ആ അല്ലേ, ഒരു വലിയ ആളാ. ആ അതൊക്കെ ഒന്ന് തന്നെ. ഖുദ്ദിസ സിർറുഹു എന്ന് നോക്കാം. സയ്യിദ് ഷരീഫ് ജുർജാനി ഇമാമാണ്. നമ്മൾ ചിലപ്പോൾ മുഖ്തസറിലൊക്കെ വരലുണ്ട്, വലിയ മഹാന. 816 വഫാത്തായതാ സയ്യിദ് ഷരീഫുൽ ജുർജാനി. വലിയ മാഖൂലാത്തിൽ കഴിവുള്ള ആൾ. നമ്മളെ ഈ മുസന്നിഫ് അബ്ദുർ റഷീദുൽ ജംഫൂരി അൽ ഹിന്ദി, ഇന്ത്യക്കാരനാണ്. ഡൽഹി ഭാഗത്തോടെ ഇങ്ങനെയൊക്കെ ജംഫൂരി ജഗംഫൂറ. അദ്ദേഹം 1000-ലാണ്, 1073. ഇപ്പോൾ 1400 കൊല്ലം. ആ ജംഫൂറ എന്നറിയാം, ജഗംഫൂരി എന്നൊക്കെ. ഖുദ്ദിസ ഖദ്ദസല്ലാഹു സിർറഹു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഖദ്ദസല്ലാഹു, അതിൻ്റെ അർത്ഥം പഠിക്കണം. ഒരാൾ ചോദിച്ചാൽ പൊട്ടനായിരിക്കുന്നത്. അള്ളാഹു മഹത്വം നൽകട്ടെ, പരിശുദ്ധമാക്കട്ടെ, സിർറഹു അദ്ദേഹത്തിന്റെ ആത്മാവിനെ എന്നാണ്. സിർ പറഞ്ഞ രഹസ്യം എന്നാണ് നേരെ അർത്ഥം. ആത്മാവ് നമ്മൾ കാണാത്ത സാധനം ആയതുകൊണ്ട് ആത്മാവിനെ പറ്റി എന്തെന്ന് പറയും? സിർ എന്ന് പറയും, നമ്മുടെ ഉള്ളിലുള്ള സാധനം. അപ്പൊ ഇവിടുത്തെ ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിന്റെ സിറിനെ, രഹസ്യത്തെ, മറഞ്ഞു കിടക്കുന്ന ആത്മാവിനെ അള്ളാഹു മഹത്വം നൽകട്ടെ. ഇവിടെ ഖുദ്ദിസ സിർറുഹു എന്നും ആകട്ടാ. എന്ത് യുരീദു മുസന്നിഫ് ഉദ്ദേശിക്കുന്നു. അവിടെ ലമീർ മുസന്നിഫ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മുസന്നിഫിന് ഒരു അഭിവാദ്യം കൊടുക്കുകയാണ്. എന്താണ്? ഖുദ്ദിസ സിർ, അദ്ദേഹത്തിന്റെ സിറിനെ, റൂഹിനെ പരിശുദ്ധമാക്കപ്പെടട്ടെ. ഏതായിരിക്കട്ടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നു. രണ്ട് തർക്കിക്കുന്ന ആളുകൾ, അല്ലദൈനി പറടാ, എങ്ങനെയുള്ള രണ്ട് തർക്കകന്മാർ? മത്ലബു അഹദിഹിമ, ഒരാളുടെ ലക്ഷ്യം, വൈറു മത്ലബു അഹദിഹിമ, ഒരാളുടെ ലക്ഷ്യം മറ്റാളെ ലക്ഷ്യമല്ലാത്തതാണെങ്കിൽ, അല്ലേ? അങ്ങനെ നമ്മളല്ലേ തർക്കം ഉണ്ടാവുള്ളൂ. ആ ഇതാ തവജ്ജഹ, രണ്ടാളും നേരിട്ടാൽ, പിന്നെ നിസ്ബത്ത് ബൈന ശൈഅൈനി, രണ്ട് വസ്തുവിന്റെ ഇടയിലുള്ള ബന്ധത്തിൽ. ഈ രണ്ട് വസ്തു പറഞ്ഞ ഏതാണ്? അല്ലദൈനി, രണ്ടാൽ ഒന്ന് അവയാകുന്നത്. ഒന്ന് മഹ്കൂമുൻ അലൈഹി ആയിരിക്കും, അതിന്റെ മേലിൽ വിധി പറയപ്പെട്ടത്, അതുകൊണ്ട് വിധി പറയപ്പെട്ടത്. അതായത് ആദ്യത്തെ മുബ്ത, രണ്ടാമത്തെ ഖബർ. അങ്ങനെയുള്ള രണ്ട് വസ്തുക്കൾ, മഹ്കൂമ അലൈഹി മഹ്കൂം ബിഹിയായ രണ്ട് വസ്തുക്കളുടെ ഇടയിലുള്ള നിസ്ബയിൽ മുന്നിട്ടാൽ, വൈൻകാന ദാലിക തവജ്ജുഹു, ആ മുന്നിടൽ ആയാൽ, പിന്നെ നഫ്സി, മനസ്സുകൊണ്ടാണെങ്കിൽ. അങ്ങനുണ്ട്, ഞാനിങ്ങനെ മനസ്സിൽ ഒരു വാദം വാദിച്ചു, അതിന്റെ തെളിവ് ഇങ്ങനെ മനസ്സിൽ നിങ്ങളോട് ഞാൻ തർക്കിക്കാം. അപ്പൊ നിങ്ങളെ മനസ്സുകൊണ്ട് എന്നോട് തർക്കിക്കാം. ഇങ്ങനെ മനസ്സുകൊണ്ടുള്ള സംവാദം. നിങ്ങളെ മനസ്സിലുള്ള ഞാനും അറിയുന്നുണ്ട്, എന്റെ മനസ്സിലുള്ള നിങ്ങളും അറിയുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ മുട്ടിച്ചു ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മുട്ടിച്ചു. മനസ്സുകൊണ്ട് സംവാദം. നിങ്ങളെന്താ വൈങ്കാന ദാലിക തവജ്ജുഹു, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നേരിടൽ ചിലപ്പോ ആകാം, പിന്നെ മനസ്സുകൊണ്ടാകാം. കമാക്കാന, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആർക്കുണ്ടായിട്ടുണ്ട്? ഇസ്റാഖിക്കാരായ ഫിലോസഫിക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അവർക്ക് ഇസ്റാഖിയനാന്നാ പറഞ്ഞത്, മനസ്സുകൊണ്ട് സംവാദം നടത്താൻ കഴിയണം. ശാസ്ത്രജ്ഞന്മാര്, അല്ലെങ്കിൽ പഴയ കാലത്തെ ബുദ്ധിമാന്മാര്. ഉണ്ടാവാൻ പാടില്ല എന്നുണ്ടാ? കറാമത്ത് അല്ല, അവര് പറഞ്ഞ മാതിരി ഔലിയാക്കളെ കറാമത്തോണ്ട് ഏർപ്പുണ്ടാകാം, ഔലിയാക്കൾക്ക് ഏർപ്പുണ്ടാകാം. അവരെ യഥാർത്ഥത്തില് ഈ സന്യാസം ആക്കിക്കാണ്ട് ഇങ്ങനെ എന്താക്കുക, ശരീരത്തെ മെതിക്ക് എടുത്ത് മനസ്സിനൊക്കെ ഒരു ഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഇങ്ങനെ കുറെ പ്രാക്ടീസ് ചെയ്തിട്ട് എന്താകുക, അത്ഭുതങ്ങൾ ഉണ്ടാക്കുക മനസ്സുകൊണ്ട്. ഇപ്പൊ മനസ്സുകൊണ്ട് ഇരുമ്പ് വളക്കാൻ കഴിയുമല്ല. ഒരു ഇരുമ്പ് ഇങ്ങനെ നിൽക്കണ ഞാൻ ഇങ്ങനെ കരുതിയാൽ എന്താകുക, വളയട്ടെ എന്ന് കരുതിയാൽ വളക്കുക, നീരട്ടെ എന്ന് കരുതിയാൽ നീര. മനസ്സുണ്ട്.
കറാമത്തോണ്ടുണ്ടാവാം. ചിലപ്പോ കറാമത്ത് മാത്രമല്ല എന്നാ പറയുന്നത്. അത് അത് അതിനനുസരിച്ച് മനസ്സിന് ശക്തി കൊടുത്താല് മനസ്സുകൊണ്ട് എന്തും നടക്കും. ഇപ്പൊ ഒരു മലമന്ന് പർവ്വതത്തുമെന്ന് വലിയൊരു പാറക്കല്ല് നേരെ വരികയാണ്. അപ്പൊ ഇവിടുന്ന് എനിക്ക് മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് എത്തണ മുമ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പാറക്കല്ല് എന്താക്കും? അവിടെ നിൽക്കും. മനഃശക്തിയുള്ള ആളുകൾക്ക് അതിന് കഴിയുന്നേ. ഇനി വേണ്ട, നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ അറിഞ്ഞുതരാം. ഒരാള് അങ്ങനെ പോവാണ് റോട്ടുമ്മ കൂടെ, നിങ്ങളെ അടുത്ത് കൂടെ അങ്ങനെ പോയി മുന്നിൽ ചാടിയാള് അവിടെ എത്തിയപ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടായി അയാളിൻ്റെ പേർക്ക് തിരിഞ്ഞു നോക്കണം. നിങ്ങളെ മനസ്സിൽ കരുതി നോക്കി, അയാൾ തിരിഞ്ഞു നോക്കും. കരുതി വെക്കേണ്ടി. എന്നാല് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞോണ്ടി, എന്നോട് ഒന്ന് പറഞ്ഞോണ്ടി. അത് നമ്മളെ ചെറിയൊരു ശക്തിൻ്റെ ഒരു ഭാഗം. അത് ഇനി പ്രാക്ടീസ് ചെയ്ത് വലുതാക്കാൻ കഴിയും. എന്തേ പെണ്ണു നോക്കും. നമുക്ക് വിജയൽ ആറാമുണ്ടോന്ന് വേറെ നോക്കണം. ഇസ്രാക്കിക്കാരായ ഹുക്കമാർ, ബുദ്ധിമാന്മാർ, ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ കഴിവുള്ള ആളായിരുന്നു അവർക്ക്. പരിശീലനമാണ്. അതാണല്ലേ റിയാളെ വിട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ്. ഔലിയാക്കളെ ദിക്ർ അങ്ങനെ ചൊല്ലിയിരിക്കുക, പിന്നെ അതിൽ തന്നെ ചിന്ത ലയിക്കുക. അള്ളാഹ് പറഞ്ഞ ചിന്ത മാത്രമായിട്ട് ദിക്റില്ല. പിന്നെ അവർക്ക് വേറൊരു ചിന്ത ഉണ്ടാവില്ല. പിന്നെ അവർക്ക് ഭാര്യനെ ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് വേറെ ചിന്തകളോ തിന്മയിലേക്ക് പോണ ചിന്തയില്ല. അള്ളാഹ് മാത്രം മനസ്സിൽ ഇങ്ങനെ അമർത്തി അങ്ങോട്ട് വെച്ച് പിന്നെ ഒരു ചിന്ത ഇല്ലാതെ അങ്ങോട്ട് ആ ഒരു ഹാലിലേക്ക് വരിക. പിന്നെ ഓൾക്ക് എന്തില്ല, ഒരു ചെവത്തുമില്ല, ഒന്നുമില്ല. ഓർക്ക് വേറെ ഒരു ചിന്തയില്ല. ഭ്രാന്തന്മാർ ഒരു പ്രത്യേക ചിന്ത ഇല്ല എന്ന മാതിരി ഇവർക്ക് അള്ളാഹ് എന്ന ചിന്ത മാത്രമായിട്ട് നടക്കുന്ന ഔലിയാക്കന്മാരുണ്ടാവും. അവരങ്ങനെ ദിക്റല്ലേ, അല്ലാ 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 എന്നിങ്ങനെ ദിക്റല്ലേ കാട്ടിലൂടെ 10 കൊല്ലം നടന്നാൽ പിന്നെ വേറെ ഒരു ചിന്തയില്ലാതെ നടന്നാൽ പിന്നെ ഇതന്നല്ലേ കാരണം പിന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു ചിന്ത, പരിസരബോധം തന്നെ ചിലപ്പം പോകണവരും ഉണ്ടാകും. എന്ന മാതിരി സംവാദം വരെ നടത്താൻ കഴിയും. പിന്നെ അടുത്തത് അപ്പൊ വൈകാന തവജ്ജു ഫി നഫ്സി, മനസ്സിലാണ് ഈ സംവാദം നടക്കുന്നതെങ്കിൽ കാന വർളുഹുമ, രണ്ടാളെ ലക്ഷ്യമാവുകയും ചെയ്താൽ, ഇതിനാൽ ഇൽഹാറൽ ഹഖ്, ഹഖ് വെളിവാക്കലാണെങ്കിൽ, വസ്സവാബി, സവാബ് ശരി വെളിവാക്കലാണെങ്കിൽ, യുസമ്മാ ദാലിക തവജ്ജുഹു, ആ തവജ്ജുഹിന് പേര് പറയപ്പെടും മുനാദറത്തൻ, മുനാദറ എന്ന് പേര് പറയപ്പെടും ഇസ്തിലാഹിൽ. യുസമ്മാ ദാലിക തവജ്ജുഹു, അനായിപ്പായിൽ വന്ന് നമുക്കൊരു വന്ന് മുനാദറത്തൻ, മുനാദറ എന്ന് പറയും ഇസ്തിലാഹിൽ. കാരണം മനസ്സിലെന്ന് എവിടെ പറഞ്ഞു? എപ്പ പറഞ്ഞില്ല. ബാക്കി വരും നോക്കാം.